സ്വാതന്ത്ര്യ സമരം സംഭാവന ചെയ്ത മുദ്രാവാക്യങ്ങളാണ് വന്ദേ മാതരവും ഭാരത് മാതാ കി ജയ് എന്നിവ. ഇത് നിരോധിക്കാൻ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഏതെങ്കിലും കോൺഗ്രസ് CPM സർക്കാരുകൾക്ക് ധൈര്യമുണ്ടോ എന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. കേരള പത്രപ്രവർത്തക യൂണിയൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ മീറ്റ് ദ പ്രസിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. CPIയുടെ മുഖ്യമന്ത്രിയുടെ മരിച്ചത് ഇന്ന് അടിയന്തരാവസ്ഥയ്ക്കെതിരെ സമരം ചെയ്യാൻ ജനങ്ങൾക്ക് ആവേശം കൊടുത്ത, അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ ജനത്തിന് ആവേശം കൊടുത്ത ഭാരത് മാത, ആ ഭാരത് മാതയിൽ കേരളത്തിൽ ആദ്യം ചോദ്യം ചെയ്തത് CPIയുടെ നേതാവാണ്. കാരണം ഇന്ദിരയാണ് ഇന്ത്യ, ഇന്ത്യയാണ് ഇന്ദിര, അതായത് ഇന്ദിരാഗാന്ധിയാണ് ഭാരത് മാത എന്ന് വിശ്വസിച്ചവരാണ് CPIക്കാർ. ഗവർണറെ ആദ്യം ചോദ്യം ചെയ്ത ആ CPIക്കാരാണ്. അവര് പറയട്ടെ, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് 1.5 വർഷം അവരുടെ മുഖ്യമന്ത്രി കൂടുതൽ ഭരിച്ചത്? ഏത് ജനാധിപത്യമാണ്? ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്? അവര് പറയട്ടെ. അതുപോലെ തന്നെ ഇപ്പോഴെ ഇലക്ഷൻ കമ്മീഷനെ പറ്റി നിരന്തരമായിട്ട് ചോദ്യം ചെയ്യുന്ന കോൺഗ്രസിന്റെ നേതാവുണ്ട്. അടിയന്തരാവസ്ഥ കാലഘട്ടത്തില് ഇലക്ഷൻ കമ്മീഷന് ഒരു നോട്ടിഫിക്കേഷൻ കൊടുക്കാൻ ഈ നിയമസഭയുടെ, കേരള നിയമസഭയുടെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു എന്ന് നോട്ടിഫിക്കേഷൻ കൊടുക്കുവാനുള്ള അവകാശമില്ലായിരുന്നു. 5 വർഷം കഴിഞ്ഞപ്പോൾ നോട്ടിഫിക്കേഷൻ കൊടുക്കാൻ ഇലക്ഷൻ കമ്മീഷനെ പ്രതിപക്ഷങ്ങൾ സമീപിച്ച അവസരത്തിൽ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ ഞങ്ങൾക്ക് അധികാരമില്ലെന്നാണ്. അങ്ങനെയുള്ള കോൺഗ്രസിന്റെ നേതാവാണ് ദൈനംദിനം ഇപ്പൊ ചോദിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ. ഇലക്ഷൻ കമ്മീഷന്റെ സ്വാതന്ത്ര്യത്തെ പറ്റി അവര് ചോദിക്കുന്നു. അതുപോലെ തന്നെ ജുഡീഷ്യറി, ഞാൻ പറഞ്ഞു ജൂൺ 12-ാം തീയതി അലഹബാദ് ഹൈക്കോടതി, ജൂൺ 24-ാം തീയതി കൃഷ്ണയ്യരുടെ വിധി എന്തായിരുന്നു? കോൺഗ്രസിന്റെ കൂടെ കൂടാൻ തയ്യാറായിട്ട് പല പാർട്ടികൾ നിൽപ്പുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് കൂടത്തിൽ നിന്നവര് ഒരു ഏകാധിപത്യ സംവിധാനം വന്നാൽ കോൺഗ്രസിന്റെ കൂടെ കൂടും എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികളുമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അവസരത്തില് ജനങ്ങൾക്ക് ആവേശം കൊടുത്തത് ഭാരത് മാതയാണ്, വന്ദേ മാതരമാണ്. അടിയന്തരാവസ്ഥ രണ്ടാമത്തെ സ്വാതന്ത്ര്യ സമരം എന്നാണ് പറയുന്നത്. ആ അവസരത്തിലും ആവേശം കൊടുത്തത് ഭാരത് മാതയും വന്ദേ മാതരവും JPയുമാണ്. അതുകൊണ്ട് ഇന്ന് നടക്കുന്നത് അടിയന്തരാവസ്ഥയുടെ മനോഭാവത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഇന്നത്തെ ജനാധിപത്യ സംവിധാനത്തെ, ചിന്തയെ തകർക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ രാഷ്ട്രീയ കക്ഷികൾ ഭാരത് മാതയെ എതിർക്കുന്നത്. കാരണം ഈ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഏതെങ്കിലും കോൺഗ്രസുകാരൻ ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചിട്ടുണ്ട്? ഒരു കോൺഗ്രസുകാരനെ വിളിച്ചിട്ടില്ല. 75-78 വർഷ കാലഘട്ടമായിട്ട് ഒരു കോൺഗ്രസുകാരനും ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ജനാധിപത്യത്തിന്റെ പ്രതീകമാണ് ഭാരത് മാത, സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമാണ്. വീണ്ടും അടിയന്തരാവസ്ഥയിലേക്ക്, അസ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഭാരത് മാതയെ എതിർക്കുന്നത് ഇവിടുത്തെ കോൺഗ്രസുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും. മാത്രമല്ല, ഇന്ന് 2 കമ്മ്യൂണിസ്റ്റുകാരുടെയും നേതാവ് കേന്ദ്രത്തില് രാഹുൽ ഗാന്ധിയാണ്. കോൺഗ്രസുകാർക്ക് നിയമസഭയില് അവരുടെ നേതാവ് പിണറായി വിജയനാണ്. അതുകൊണ്ട് അവരൊറ്റക്കെട്ടായിട്ട് എതിർക്കുന്ന അവസരത്തിൽ അടിയന്തരാവസ്ഥയ്ക്കെതിരെ ഏറ്റവും കൂടുതൽ പീഡനം സഹിച്ച BJPയുടെ മുൻഘടകങ്ങൾ, മുൻരൂപങ്ങൾ, അതുപോലെ തന്നെ RSSുമാണ് എന്ന് പറയാൻ, അത് വ്യക്തിപരമായിട്ടുള്ള അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. എന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ആദ്യകാലങ്ങളിൽ എന്നെ സമ്പർക്കം ചെയ്തവര് അന്ന് കേരളത്തിൽ നിറഞ്ഞു നിന്നവര് രാഷ്ട്രീയ പ്രസ്ഥാനമല്ല, ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നവരല്ല, ഇവിടെ MLAമാരും MP-മാരും ഉണ്ടായിരുന്നവരല്ല, ഇവിടെ ലോക്കൽ തലത്തിലും അല്ലാതെയും സംഘടനയുണ്ടായിരുന്നവരല്ല. കുറച്ചുപേരായിരുന്നു, ബാക്കി കുറച്ചുപേരായിരുന്നു. തീർച്ചയായിട്ടും എല്ലാ രാജ്യങ്ങളിലും അസ്വാതന്ത്ര്യം ഉണ്ടാകുന്ന അവസരത്തിൽ അതിനെതിരെ പടവരുത്താൻ വേണ്ടി ജനങ്ങൾ ഇറങ്ങി വരും. അതിനുശേഷം അവർ തിരിച്ചു പോകും. വീണ്ടും എന്തെങ്കിലും ഭീഷണി ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ളവരെ വീണ്ടും തിരിച്ചു വരും. അപ്പോൾ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ കേരളത്തിലെ അടിയന്തരാവസ്ഥയുടെ മനോഭാവമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വളർന്നു വരുന്നു. അതുകൊണ്ടാണ് ഭാരത് മാതാക്കെതിരെയുള്ള ചിന്തയുണ്ടാകുന്നത്. തീർച്ചയായിട്ടും മാധ്യമങ്ങൾ പാർട്ടിയെ വിമർശിക്കുന്നില്ല എന്നല്ല, BJP സർക്കാരിനെയോ നരേന്ദ്രമോദിയോ വിമർശിക്കുന്നില്ല എന്നല്ല, ഭരണഘടനയെ കൊല്ലും
എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർ ഉയർത്തിക്കാണിക്കുമ്പോൾ ഓർക്കുക, ഇന്ദിരാഗാന്ധി പറഞ്ഞുകൊണ്ടിരുന്നത് ഭരണഘടന ഭരണഘടന എന്ന് പറഞ്ഞത് ഇന്ദിരാഗാന്ധി കൊല്ലുകയാണ് ഉണ്ടായത്. അതുപോലെ ഇന്ദിരാഗാന്ധിയുടെ ജീൻ വഹിക്കുന്ന നേതാക്കന്മാര് കോൺഗ്രസിലെ, ആ ഇന്ദിരാഗാന്ധിയുടെ ആ ഏകാധിപത്യത്തിന്റെ ജീനുണ്ട് ഇന്നത്തെ കോൺഗ്രസ് നേതാക്കന്മാരിൽ, കുടുംബത്തിലെ നേതാക്കന്മാരിൽ. അവർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതുപോലെ തന്നെ ആ ഭരണഘടനയെ അവർ ഹത്യ ചെയ്യും. അതുകൊണ്ടാണ് അടിയന്തരാവസ്ഥ ഹത്യ